നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 18ാം ലോക്സഭയിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ വിധി അറിയാനുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്നു. ലോകം ഉറ്റുനോക്കിയ ബൃഹത്തായ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി ഇന്ന് തെളിയും. എക്സിറ്റ് പോളുകൾ ഭരണകക്ഷിക്ക് വിജയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴവും പ്രവചിക്കുമ്പോൾ പ്രവചനങ്ങൾക്ക് അപ്പുറത്തായിരിക്കും ജനഹിതം എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കളുടെയും പ്രതികരണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിയിൽ നിർണായകമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. വരുന്ന 5 വർഷം രാജ്യം ആര് ഭരിക്കുമെന്നതിനപ്പുറത്ത് അടുത്ത പതിറ്റാണ്ടുകളിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാവി കൂടി നിർണ്ണയിക്കുന്നതായിരിക്കും ഇത്തവണത്തെ ഫലം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം സജീവമായി നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ രൂപരേഖ തന്നെ മാറുന്നതിലേക്ക് കൂടിയാവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം വഴി തുറക്കുക. കോൺഗ്രസിന്റെ ഭാവി. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാവി എന്താകും എന്നതും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും. സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമായ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് ഒരു തിരിച്ചുവരവിന് എത്രത്തോളം സാധ്യതയുണ്ട്? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ചരിത്രത്തിൽ ഏറ്റവും കുറവ് സീറ്റുകളിലാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത്. തെലങ്കാന, കർണാടക, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തനിച്ചും തമിഴ്നാട്ടിൽ DMK-യുമായുള്ള സഖ്യത്തിലും മത്സരിക്കുന്ന കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ മികച്ച നേട്ടം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോക്സഭയിൽ ഭരണം നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ ഹിന്ദി ഹൃദയഭൂമിയിൽ 2014-ലും 2019-ലും കോൺഗ്രസ് തകർന്നു. 2014-ൽ 44 സീറ്റുകളും 2019-ൽ 52 സീറ്റുകളുമാണ് നേടാനായത്. രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് അടിതെറ്റി വീണു. ഛത്തീസ്ഗഡിൽ 2-ഉം ജാർഖണ്ഡിൽ 1 സീറ്റും നേടി. 10 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 225 ലോക്സഭാ സീറ്റുകളിൽ 6 എണ്ണത്തിൽ മാത്രമായിരുന്നു പാർട്ടി വിജയിച്ചത്. എന്നാൽ ഇത്തവണ പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. SP, ആം ആദ്മി പാർട്ടി, തൃണമൂൽ, CPM, CPI, RJD തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളുമായുള്ള സഖ്യം ഗുണം ചെയ്യുമെന്നതാണ് ഈ പ്രതീക്ഷയുടെ അടിസ്ഥാനം. പശ്ചിമ ബംഗാൾ, കേരളം, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് പുറത്ത് 194 സീറ്റുകളിൽ ഇത്തവണ കോൺഗ്രസും BJPയും പരസ്പരം മത്സരിക്കുന്നു. 2019-ൽ BJP നേടിയ മുന്നേറ്റത്തെ ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മറികടക്കാൻ ആകുമെന്ന് പ്രതീക്ഷ ഉണ്ട് പ്രതിപക്ഷത്തിന്. ഇതിൽ ഹരിയാന, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ ഈ വർഷം അവസാനവും ബീഹാറിൽ അടുത്ത വർഷം അവസാനവും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതും ഏറെ പ്രധാനമാണ്. വടക്കിൽ പിഴയ്ക്കുന്നത് തെക്കിൽ നേടാൻ BJP. ഇന്ത്യ എന്ന പ്രതിപക്ഷ മുന്നണിയുടെ വെല്ലുവിളി മറികടക്കാൻ ദക്ഷിണേന്ത്യയിൽ സ്വാധീനമുറപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി ഉത്തരേന്ത്യയിലെ കുറവ് നികത്തുക എന്നതാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം.